പ്രീസ് ലോർഡ് ദൈവമക്കളെ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം മറ്റുള്ളവരാൽ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. മറ്റുള്ളവർ നമ്മെ മാറി നടക്കുമ്പോൾ, നമ്മൾ ചെയ്യാത്ത തെറ്റിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, അങ്ങനെയാണ് അല്ലെങ്കിൽ ഏതു വിധവുമായിക്കോട്ടെ, റിജക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ അറിയാത്ത തെറ്റുകൾക്ക്. ഇതുപോലെ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് ബൈബിളിൽ. ആ മനുഷ്യനെക്കുറിച്ചും പുതിയ നിയമത്തിൽ നമ്മളെക്കുറിച്ചുള്ള ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയ അനേകരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ഓടുവാൻ സഹായിക്കും. പലപ്പോഴും നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഒന്നും ഇൻസ്പയർ ചെയ്യാനോ അവരെ ഒന്ന് നോക്കി എന്തെങ്കിലും നമുക്കൊന്ന് ആകാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. മുൻപേ പോകുന്നവർ, നമ്മളെ എൻകറേജ് ചെയ്യേണ്ടവർ നമ്മളെ എൻകറേജ് ചെയ്യാതെ തളർത്തുമ്പോൾ, അവരുടെ റൂട്ട് തെറ്റിപ്പോകുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും. പക്ഷേ നമ്മൾ വചനത്തിലേക്ക് നോക്കുക. മറിയ അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കാരണം ആ സഹോദരിയെ ദൈവത്തെയാണ് വിശ്വസിച്ചത്. അവളുടെ ഉള്ളത്തിൽ വന്ന ആ റെവലേഷനാണ് അവൾ അക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് യേശു കർത്താവിനെ ഭൂമിയിലേക്ക് വരാൻ സാധിച്ചത്. അപ്പോൾ ഒരാൾ വില്ലിങ് ആയാൽ ദൈവത്തിന് വലിയ കാര്യം ഈ ദിവസങ്ങളിൽ ചെയ്യാനുണ്ട്. നിങ്ങൾ അതിലൊരു വ്യക്തിയാണ്. മനുഷ്യർ നമ്മളെ വിധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിക്കുക, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ എന്താണോ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ ദൈവ പൈതലാണ്. ഞാൻ യുദ്ധത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ഞാൻ ഉറച്ചു വീര്യം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചാൽ നമ്മളുടെ ഡെസ്റ്റിനേഷൻ വരെയും നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിലേക്ക് വരുമെന്നുള്ളത് സയൻസ് പോലും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നെവർ ഗിവ് അപ്പ്. ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ മെസ്സേജിൻ്റെ കണ്ടൻറ്റ്, ഹല്ലേലൂയ, മനുഷ്യർ വിധിച്ചു, ദൈവം തിരഞ്ഞെടുത്തു. പറഞ്ഞാട്ടെ, മനുഷ്യർ എന്നെ വിധിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ജനനം മുതൽ ഇതുവരെയുള്ള കഥകൾ, നമ്മളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളൊക്കെയും മനുഷ്യർ ഇങ്ങനെ വിധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം വിധിക്കുന്നത് ആരാണെന്ന്. കാക്കകളും കുരുവികളും പറവകളും, ശബ്ദമുണ്ടാക്കുന്ന മൃഗങ്ങളെല്ലാം ഭയങ്കര ശബ്ദമുണ്ടാക്കും. പക്ഷേ അവരെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് ഈ കഴുകനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അവരൊന്നും കാണാത്തത് കഴുകനെ കാണാൻ സാധിക്കും. വ്യക്തമായി യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇഫ്താഹിനെ കുറിച്ചാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, ഗിലെയാദിനായ ഇഫ്താഹ് പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രൻ ആയിരുന്നു. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവൻ്റെ ജനിച്ച ആ ഒരു വിഷയമാണ് അവനെ റിജക്ഷനിലേക്ക് കൊണ്ടുവരാനിടയായത്. അവനെ അവൻ്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. ഇഫ്താഹിൻ്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഗിലെയാദിൻ്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയിലൂടെ അല്ല ഈ ഇഫ്താഹ് ജനിക്കുന്നത്. അതായിരുന്നു പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഭാര്യയിലുള്ള മക്കൾ അവനെ തള്ളിക്കളഞ്ഞു. അവരുടെ പുത്രന്മാർ ജനിച്ചതിന് ശേഷം ഇഫ്താഹിനോട്, നീ ഞങ്ങളും പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കത്തില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇഫ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തേബ് ദേശത്ത് ചെന്നു പാർത്തു. നിസ്സാരന്മാരായ ചിലർ ഇഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. നമ്മളെപ്പോഴും നോക്കേണ്ടത്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയ വിൽഡർനെസ്സിലൂടെയൊക്കെ പോകേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എടുക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവരെയും വിൽഡർനെസ്സിലൂടെ കടത്തി വിട്ടിട്ടാണ് ദൈവം വളരെ ശക്തമായി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കാർക്കും വിൽഡർനെസ് ഇഷ്ടമല്ല. അൺടിൽ അൺലെസ് നീ വിൽഡർനെസ്സിലൂടെ പോകുന്നില്ലെങ്കിൽ ദൈവത്തിന് നിന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും? പല സമയവും നമ്മൾ പറയും, നമ്മളുടെ ചോദ്യങ്ങളാണ് മുൻപിൽ നിൽക്കുന്നത്. എന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവരും എന്നെ റിജക്റ്റ് ചെയ്യുന്നു, എല്ലാവരും എന്നെ ഇഗ്നോർ ചെയ്യുന്നു, നോബഡി അണ്ടർസ്റ്റാൻഡ്സ് മീ. ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ ഈ ഒരു ഇഫ്താഹിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ ദൈവം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ എത്രമാത്രം നിന്നെ നിരസിച്ചാലും
ഒന്നുകൂടെ പറയാണ്, മനുഷ്യൻ എത്രമാത്രം നിന്നെ വെറുത്താലും റിജക്റ്റ് ചെയ്താലും, അതിൻ്റെ ഭവനക്കാരായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഹൂ അവർ ഇറ്റ് ഈസ്, നിൻ്റെ കൂടെ പ്രാർത്ഥിച്ചവരായിക്കോട്ടെ, നിൻ്റെ പാസ്റ്റർ ആയിക്കോട്ടെ, ആരെല്ലാം പ്രാർത്ഥനാക്കാരായിരിക്കും, ഭയങ്കര പ്രാർത്ഥന, അവരെല്ലാം നിന്നെ നിരസിച്ചാലും ദൈവത്തിൻ്റെ വിളിയെ തടയാൻ ആർക്കും കഴിയത്തില്ലെന്ന് നീ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ God often chooses broken people to reveal his glory എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, അവൻ്റെ ഗ്ലോറിയെ ഒന്ന് റിവീൽ ചെയ്യണം ദൈവത്തിന്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അവൻ്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടണം. നമ്മളുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഒരു വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ, പൗലോസിനെ കണ്ടിട്ട് അവർ ഗലാത്യ ലേഖനത്തിൽ എഴുതുന്നു, പൗലോസിനെ കണ്ടിട്ട് ഇവൻ മുന്നമേ സഭയെ മുടിച്ചവനാ, ഇപ്പോൾ ദൈവത്തെ ഉയർത്തുന്നു. ആ മുടിച്ച ആ വിശ്വാസത്തെ ഇപ്പോൾ അവൻ പ്രസ്താവിക്കുന്നത് കണ്ട് അവർ അവനെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുവെന്ന് 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ്. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നുവെന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. സോ നമ്മളിലൂടെ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹല്ലേലൂയ. സോ മനുഷ്യൻ്റെ റിജക്ഷൻ ദൈവത്തിൻ്റെ സെലക്ഷനാണ്. എവിടെ മനുഷ്യൻ നമ്മളെ റിജക്റ്റ് ചെയ്യുന്നോ അവിടെ ഓർത്തോണം ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടെന്ന്. നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം, നമ്മൾക്ക് എപ്പോഴും ആത്മീയമായ കാര്യങ്ങളിലായിരിക്കും ഇൻട്രസ്റ്റ്. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഫോക്കസ് മുമ്പോട്ട് പോകുമ്പോൾ പുറകോട്ട് നമ്മളെ ഒരു ശക്തി വലിക്കും, നമ്മുടെ ജഡം വലിക്കും, സമൂഹം വലിക്കും, ബന്ധുക്കൾ, കൂട്ടുകാർ എല്ലാവരും നമ്മളെ വലിക്കും. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവനെ പുറകോട്ട് കൊണ്ടുപോകാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം അവന് ദർശനമുണ്ട്, അവന് ഫോക്കസ് ഉണ്ട്, അവന് ഡെസ്റ്റിനേഷനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുവനാണോ എങ്കിൽ നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നെവർ ഗിവ് അപ്പ്. മനുഷ്യർ എത്ര റിജക്റ്റ് ചെയ്താലും ദൈവത്തിൻ്റെ വിളിയെ നിർത്താൻ ആർക്കും കഴിയത്തില്ല. ഈ ഇഫ്താഹ് എന്ന് പറയുന്ന വ്യക്തി പരാക്രമശാലിയാണ്. പക്ഷേ എങ്കിലും അവൻ്റെ വീക്ക്നെസ്, അവൻ്റെ മേലുള്ളൊരു കുറ്റം എന്ന് പറഞ്ഞാൽ അവൻ ഇല്ലീഗലായിട്ടുണ്ടായൊരു കുഞ്ഞാണ്. അതാണ് അവൻ്റെ പ്രശ്നം. പക്ഷേ ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? പക്ഷേ എവിടെ ദൈവം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോഷിയ മാരിഡ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് വിമൻ എന്ന് കണ്ടിട്ടുണ്ട്. സോ ദൈവം പല സ്ഥലങ്ങളിലും എങ്കിലും, ഇപ്പോൾ എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. ഇപ്പോൾ സമ്മതിക്കുക. നമുക്കത് മനസ്സിലാകുന്നില്ല പുതിയ നിയമത്തിലേക്ക് ആളുകൾക്ക്. അവരെല്ലാം ഭയങ്കരമായ റിബല്ലിങ്ങിലിരിക്കുകയാണ്. അയ്യോ, ഇവർ പണ്ട് ഇങ്ങനെയുള്ള വ്യക്തിയാണല്ലോ, അങ്ങനെയുള്ള വ്യക്തി, ഇവർക്ക് എന്ത് യോഗ്യത. ആ യോഗ്യതയൊക്കെ മാറ്റുവാൻ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് മാറി പുതിയത് വന്നു. ഇത് നമ്മുടെ മൈൻഡിൽ എപ്പോൾ അത് കയറും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നീ ഒറ്റപ്പെടുന്നുവെങ്കിൽ അത് നിനക്കുള്ള ശിക്ഷയല്ല, അത് നിനക്കുള്ള ട്രെയിനിങ് ആണ്, അതൊരു പരിശീലനമാണ്, അതൊരു പണിഷ്മെൻ്റ് അല്ല, അതൊരു പ്രിപ്പറേഷനാണ് നിന്നെക്കുറിച്ചുള്ള. ദാവീദിനെ മരുഭൂമിയിലിട്ട് എവിടെയൊക്കെ പോയിട്ടാണ് ദാവീദിനെ ദൈവം ഒരുക്കിയത്? മോശേനെ ദാവീദ് വിൽഡർനെസ്സിലാണ് ഒരുക്കപ്പെട്ടത്. മോശയെ പ്രിപ്പയർ ചെയ്തത് ഡെസേർട്ടിലാണ്, മരുഭൂമിയിലാണ്. അതുപോലെ തന്നെ ഇഫ്താഹിനെ ദൈവം ഒരുക്കിയത് അവൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ നിന്നാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഏതിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? ആരും നിങ്ങളെ കാണുന്നില്ലയോ? പക്ഷെ ദൈവം നിന്നെ കാണുന്നുണ്ട്. നിന്നെയാണ് ഇനി അവർ ഉപയോഗിക്കാൻ പോകുന്നത്, നിന്നെയാണ് ഇനി ആവശ്യം. ഇങ്ങനെയുള്ളവരുടെ സമയമാണ് ഇനിയുള്ള സമയം. എപ്പോഴും മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനായിരിക്കുന്ന സ്ഥലത്ത്. നമ്മളാരും സേഫ് സോണിലല്ല നിൽക്കുന്നത്. ഇന്ന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞവർ നിന്നെ തേടി വരുന്നൊരു സമയമാണിനി. കാരണം അത് നമ്മൾ വിചാരിക്കുന്നില്ല, നമുക്ക് പോഴനോ അഹങ്കരിക്കാനൊന്നുമില്ല, അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. കാരണം ദൈവം നിന്നെ അവരിലൂടെ ഒരുക്കിയെങ്കിൽ ജോസഫിനെ തിരിച്ച് തൻ്റെ സഹോദരന്മാരിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ അവനെ പ്രയോജനപ്പെടുത്തി. ഒരു ദാരിദ്ര്യം വന്നപ്പോൾ ഇതുപോലെ ഒരു സമയം എത്തുകയാണ്, നിന്നെയാണ് ഇനി എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. കാരണം നിന്നെ റിജക്റ്റ് ചെയ്തത് നിന്നെ ഒരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. 1 പത്രോസ് 3:9 പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശത്രുവിനെ വിശക്കുന്നതിൽ തിന്മാൻ കൊടുപ്പ്, മിണ്ടാതിരിക്കുക. കാരണം
ജസ്റ്റ് അവരെ ഫോക്കസ് ചെയ്യേ വേണ്ട. ഈ റിജക്റ്റ് ചെയ്യുന്നവരെ, വേദനിപ്പിക്കുന്നവരെ, പരിഹസിക്കുന്നവരെ നീ ജസ്റ്റ് അതിലോട്ട് നോക്കിയേ വേണ്ട. നോക്കിയാൽ നിന്റെ ഡെസ്റ്റിനേഷനിൽ പോകാൻ പറ്റത്തില്ല. ഇത് നിന്റെ ട്രെയിനിങ് ആണെന്ന് നീ വിചാരിച്ചാൽ നിനക്ക് വളരാൻ പറ്റും. നിങ്ങൾ എത്ര പേർക്ക് ഇത് പറഞ്ഞത് മനസ്സിലായി? ഒരു ആമീൻ പറഞ്ഞാട്ടെ. അവിടെയാണ് നമ്മുടെ ജയം, അവിടെയാണ് നമ്മുടെ വിക്ടറി ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുമ്പോൾ, ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, വിഷമിക്കുമെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ഞാൻ മിണ്ടും. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. കാരണം അദ്ദേഹമല്ല എനിക്ക് എഗെയിൻസ്റ്റ്. എൻ്റെ ജഡം എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. കാരണം നല്ല പ്രവൃത്തി ചെയ്യാൻ എൻ്റെ ജഡം സമ്മതിക്കുന്നില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഇവിടെ ഒരു സഹോദരിക്ക് വിക്ടറി എടുക്കാൻ പറ്റിയാൽ നമ്മുടെ ഹസ്ബൻഡല്ല നമുക്ക് എഗെയിൻസ്റ്റ്. ഹസ്ബൻഡിലൂടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പം അവൻ പിടിച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ ഈ വ്യക്തിനെ ഞാൻ ഈ ദൈവഭാഗത്തേക്ക് കൊണ്ട് റിലീസ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയെ അല്ല ഞാൻ വെറുക്കേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ മേൽ ഒന്ന് എംഫസൈസ് ചെയ്യണം. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആഴത്തിലൊന്ന് മനസ്സിലാക്കണം. ദൈവത്തോട് ചേർന്നിരിക്കണം. കർത്താവേ, ആ മേഖലയിൽ ജയമെടുക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് പറയണം. നമുക്കിപ്പോൾ നാട്ടുകാരെ എല്ലാം സന്തോഷിപ്പിച്ച് അങ്ങനെ നന്നാവില്ല. എവിടെയാണോ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡേ ബൈ ഡേയിൽ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ഭാവി ഓർത്ത് പുഞ്ചിരിക്കുക. സദൃശ്യവാക്യം 31 പറയുന്നുള്ളൂ, അവൾ ഭാവിയോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ചിരിക്കും. ആര് കേൾക്കാതെയാണ് ആ ചിരിക്കുന്നത്? കാരണം ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പം ദൈവമേ അവരൊക്കെ ചെയ്യുന്നത് ഫോഷത്വമാണല്ലോ, അവർക്ക് തെറ്റുപറ്റിയല്ലോ എന്നൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ചിരി വരും ഇങ്ങനെ. കാരണം ആ ചിരിയിൽ ഭയങ്കര ഒരു ആശ്വാസം നമുക്ക് ലഭിക്കും. കാരണം വി നോ ദാറ്റ് വി ആർ നമ്മൾ ആ ടെറിട്ടറി എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം. നമ്മൾ അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അനുഭവിച്ച കാര്യമാണത്. പാസ്റ്ററായി കഴിഞ്ഞപ്പോൾ എല്ലാവരും എഗെയിൻസ്റ്റായി. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നത് എൻ്റെ ദൈവം എന്നോട് എന്തു പറയുന്നോ അതിനനുസരിച്ച് ഞാൻ പോകത്തുള്ളൂ. നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പോകണ്ട. ദൈവം നമ്മളോട് എന്തു പറയുന്നോ, നമുക്ക് തന്ന ദർശനത്തിനനുസരിച്ച് ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളും അവനുമായിട്ടാണ് കാര്യം. നമ്മുടെ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, അവനോട് എപ്പോഴും സംസാരിക്കണം. സീക്കിംഗ് ഗാഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്രെയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. എ സറണ്ടേർഡ് ഹാർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സബ്മിറ്റഡായ ദൈവത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഹൃദയത്തെ സമർപ്പിച്ചിരിക്കണം. ഞാനിപ്പം രാവിലെ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതാണ്. ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വന്ന ഉടനെ ഒരു ചായ ഇട്ടിട്ട് പെട്ടെന്ന് ഞാൻ ബൈബിൾ എടുക്കുകയാണ്. കർത്താവ് ഇന്ന് എന്താണ് എന്നോട് ഇന്നത്തെ മെസ്സേജ് എന്താണ്? അപ്പോഴാണ് ഇതെൻ്റെ മനസ്സിൽ ഒരാഴ്ച മുമ്പേ കിട്ടിയതാണ്. ഇഫ്താഹിൻ്റെ ഈ ഒരു പരാക്രമശാലിയായിരുന്നു. അപ്പോൾ പിന്നീട് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് അതാണ് ദൈവം അനുവദിച്ചത്. ദൈവത്തോട് സംസാരിക്കുന്നത്. ഇന്ന് എന്താണ് ഷെയർ ചെയ്യേണ്ടത്, ഇന്ന് എന്താണ് സംസാരിക്കേണ്ടത്? എന്നെ ഈ ഭാഗത്താക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തോട് ചേർന്നിരുന്നാലേ പറ്റത്തുള്ളൂ. ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴല്ലോ ദൈവം നമ്മളോട് അടുത്ത് വരും. നിന്റെ പാസ്റ്റിനെ ദൈവത്തിൻ്റെ റിലേഷനിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. നിന്റെ റിജക്ഷനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യരുടെ റിജക്ഷനാണ് പറയുന്നത്. യുവർ പെയിൻ, നിന്റെ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, മറ്റുള്ളവർ നിനക്ക് തരുന്ന വേദനകളൊന്നും ദൈവത്തിൻ്റെ പർപ്പസിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. യുവർ പാസ്റ്റ് കനോട്ട് സ്റ്റോപ്പ് ഗോഡ്. യുവർ റിജക്ഷൻ കനോട്ട് സ്റ്റോപ്പ് ഗോഡ്. യുവർ പെയിൻ കനോട്ട് സ്റ്റോപ്പ് ഗോഡ്സ് പർപ്പസ്. ഹല്ലേലൂയ. സോ നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നിന്നെ ദേശത്തിന് വേണ്ടി ദൈവത്തിന് എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കുമെന്നൊന്ന് വിശ്വസിച്ചാട്ടെ. ഹി ക്യാൻ റേസ് യു അപ്പ് ബിഫോർ നേഷൻസ്. അത് പ്രാർത്ഥനയിലായിരിക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന 5 വൻകരകളിലും എവ്രിഡേ നമുക്ക് പോകാൻ പറ്റും. ഒരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആത്മാവിൽ സഞ്ചരിക്കാൻ പറ്റും. ഇന്ന് ദൈവാത്മാവ് നമ്മളോട് പറയാണ്, മനുഷ്യരും സഭയും മറ്റുള്ളവരൊക്കെ നമ്മൾ കാണുന്നവരെല്ലാം നമ്മുടെ പുറരൂപം മാത്രമേ കാണാൻ പറ്റൂ. ദൈവമാണ് നമ്മുടെ ഹൃദയം കാണുന്നത്. യെരമ്യാവ് 17 പറയുന്നു, ഹൃദയത്തെ ആരാഞ്ഞറിഞ്ഞവനാർ? യഹോവയായ ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ടെ. യെസ്. അതുകൊണ്ട് ഇന്ന്
നിങ്ങൾ റിജക്റ്റഡ് ആണെങ്കിൽ, നിങ്ങളൊരു പർപ്പസിന് വേണ്ടി നിങ്ങളെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കോൺഗ്രിഗേഷനെ നോക്കരുത്. ആ പാസ്റ്റിനെ നോക്കി, ഈ പാസ്റ്റിനെ, അയ്യോ അവർക്ക് സെറ്റപ്പ് ഉണ്ട്, ഇവർക്ക് വലിയ ചർച്ച ഉണ്ട്, അവർക്ക് മൈക്കുണ്ട്, അവർക്ക് ഒത്തിരി പേരുണ്ട്, എല്ലാം ഉണ്ട്. നീ ഒരു സാധാരണക്കാരനായിരിക്കും, ഒരു സാധാരണക്കാരിയായിരിക്കാം. നിന്റെ കൂടെ ദൈവമുണ്ടോ, ആ കറക്റ്റ് സമയത്ത് ദൈവം നിന്നെ ഓരോ സ്ഥലങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഏത് മേഖലയിലാണോ നിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, യു കീപ് മൂവിങ്, ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നും നോക്കണ്ട. പല അവയവങ്ങളും ഒരു ശരീരവുമാണ്. കണ്ണ് ചെയ്യുന്നത് തലയ്ക്ക് ചെയ്യാൻ പറ്റില്ല, തല ചെയ്യുന്നത് കാല് ചെയ്യാൻ പറ്റില്ല, കാല് ചെയ്യുന്നത് കിഡ്നിക്ക് ചെയ്യാൻ പറ്റില്ല, കിഡ്നി ചെയ്യുന്നത് ലിവർ ചെയ്യാൻ പറ്റില്ല, ലിവർ ചെയ്യുന്നത് ഫിംഗേഴ്സ് ചെയ്യാൻ പറ്റില്ല, ഫിംഗേഴ്സ് ചെയ്യുന്നത് നെയിൽസ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെല്ലാം മുടിക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അവരുടേതായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുക ദൈവം തന്നതിനനുസരിച്ച്. ആരെയും നോക്കി കോപ്പി ചെയ്യാൻ പോണ്ട. നമ്മളോട് ദൈവം എന്ത് സംസാരിക്കുന്നു, കീപ് മൂവിങ്. മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ തോന്നും, അവർ നമ്മളെ വിട്ടുപോകും. ഇറ്റ്സ് ഓക്കെ, ഖലി വലി, ഹല്ലേലൂയ. നിന്റെ ഹോപ്പ് ലൂസ് ചെയ്യരുത്. ഡോണ്ട് ലൂസ് ഹോപ്പ്. നീ ബിറ്റർ ആകരുത്. നീ അങ്ങോട്ട് കയ്പ്, നിന്റെ അകത്ത് ഈർഷ്യ നിറയാൻ സമ്മതിക്കരുത്. നീ അപ്പോഴും ദൈവത്തോട് അടുത്ത് ചെല്ലുക, പ്രാർത്ഥിക്കുക, വീണ്ടും ട്രസ്റ്റ് വർദ്ധിയാവുക. എൻ്റെ ഒരു പ്രിയ സഹോദരൻ എന്നോട് പറഞ്ഞത്, എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ചിന്തിപ്പിച്ചൊരു കാര്യം അദ്ദേഹത്തെ, എൻ്റെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ആ ഒരു വിഷയത്തിൽ, ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിൽ പോയപ്പോഴുള്ള അതിൽ ഞാൻ പറഞ്ഞത്, ആ BP ഡൗൺ ആയി വരുമ്പോഴും ഭയങ്കര ഷ്യൂറിങ്ങിലേക്കൊക്കെ കടന്നുപോയി. എന്താണെന്ന് സംഭവിക്കുന്നത് നമുക്കറിയില്ല എമർജൻസിയിൽ. അപ്പോഴ് ഞാൻ എടുത്ത വെപ്പൻ എന്താണെന്ന് ഞാൻ പിന്നീട് വീട്ടിൽ വന്നപ്പോൾ ഓർക്കുകയാണ്. ഞാൻ എടുത്ത വെപ്പൻ, എൻ്റെ വാക്തത്വത്തെ ഞാൻ ഓർത്തു. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിന്നു. ഇതാണ് ഞാൻ എടുത്ത വെപ്പൻ അവിടെ. എഫേസ്യർ ലേഖനം 6:12 മുതൽ എപ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ട്, എനിക്ക് ടെസ്റ്റ് വന്നപ്പോൾ ഞാൻ എന്താ എടുക്കുന്നതെന്ന കർത്താവ് നോക്കുന്നത്. പറയുക മാത്രമല്ല, പ്രാക്ടിക്കലി നമ്മൾ കടന്നു പോകാൻ ദൈവം അനുവദിക്കും. ആ പ്രാക്ടിക്കലിയാണ് നമ്മുടെ എന്താ പറയുക, ടെസ്റ്റ് നടന്നാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഒരു കൃപ, ഒരു ഗ്രേസ് അപ്പോൺ ഗ്രേസ്. പ്രൊമോഷനിലേക്ക് നമ്മൾ കടക്കുന്നത് ടെസ്റ്റിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. സോ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം, അവനാണ് നമുക്ക് വാഗ്ദത്തം തന്നത്, അവനാണ് നമുക്ക് പ്രോമിസ് തന്നത്, അവനുമായിട്ടാണ് നമുക്ക് കാര്യം. ഹല്ലേലൂയ. സോ മനുഷ്യർ ഇഫ്താഹിനെ തള്ളി, പക്ഷെ ദൈവം അവനെ നിയമിച്ചിട്ടുള്ളത് ഈ ജനത്തിന് അറിയത്തില്ലായിരുന്നു. ഈ ജനത്തിൻ്റെ അവഗണനയാണ് ദൈവം അവനെ കൂടുതൽ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത്. ഹല്ലേലൂയ. അവനു ആ വീട് വിട്ട് പോയപ്പോൾ അവരുടെ കൂടെ നിന്ന് അവരെ പോലെ മടിയനായി പോയനായിരുന്നു. പക്ഷെ അവൻ സ്ട്രോങ് ആയി, ഒറ്റയ്ക്കായപ്പോൾ, ആരും സഹായമില്ലാതെ വന്നപ്പോൾ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആരും സഹായിക്കാഞ്ഞത് കൊണ്ടാണ് നീ ഇത്രയും സ്ട്രോങ് ആയതെന്ന് മനസ്സിലായോ? അത് ദൈവം വെച്ചതാണ്, ദൈവം അനുവദിച്ചതാണ്. പരാക്രമശാലിയായ പുരുഷനാണ് അവൻ. അവനെ ദൈവം കണ്ടിരുന്നു, അതുകൊണ്ടാണ് അവനെ ഒറ്റപ്പെടുത്തിയത്. അവൻ്റെ അപ്പൻ്റെ ഭാര്യ, അവരുടെ മക്കൾ അവനെ പുറത്താക്കി. പക്ഷേ ഈ മനുഷ്യനെ തന്നെ ഈ ജനത്തിൻ്റെ നേതാവാക്കി ദൈവം അവൻ്റെ ഹൃദയത്തെ നോക്കി. മനുഷ്യൻ അവരുടെ പുറമേ ഉള്ളതിനെയാണ് നോക്കുന്നത്. അവർക്ക് അത്രേ അറിയത്തുള്ളൂ. അവർ നമ്മുടെ പാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ വീക്ക്നെസ് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ മിസ്റ്റേക്സ് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ അപ്പിയറൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ അവൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. അല്ലെ കല്ലി വല്ലി. വർഷങ്ങൾക്ക് മുമ്പ് ഈ റിച്വൽസിൻ്റെ പുറകെ പോയൊരു വ്യക്തിയാണ് ഞാൻ. സ്വർണ്ണം ഊരണം, ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ പാടില്ല, അങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതാണ് തലയിൽ തുണിയിടണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അയ്യോ ഭയങ്കരമായ റിച്വൽസ് ആയിരുന്നു. എപ്പോൾ ദൈവം അതിനെ 1.5 വർഷം മുമ്പ് ബോണ്ടേജിനെ ബ്രേക്ക് ചെയ്തോ, ഗോഡ് സെറ്റ് മീ ഫ്രീ ഫ്രം ദ പ്രിസൺ, എന്നെ ബന്ധനത്തിൽ നിന്നും വിടുവിച്ചു. ഇതൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. എന്നെ ഏൽപ്പിച്ച ദൗത്യം, തലയിൽ തുണിയിട്ടുകൊണ്ടിരുന്ന ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങ് ഊരിപ്പോയ ദൂതം വന്ന് നമ്മളെയും കെട്ടിപ്പിടിക്കുമോ? സ്തോത്രം. എൻ്റെ മുടി എനിക്ക് മൂടുപടമായി ദൈവം തന്നിരിക്കുന്നു. ഹബാറിയ ഷേഖുറമാഖന്തുരമേ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ വിളിച്ചു പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തതിനെ, വിളിച്ചവരെ അവൻ നീതീകരിക്കുകയും ചെയ്തു എന്ന്. ദൈവത്തിൻ്റെ നീതീകരണം നമ്മുടെ കൂടെയുള്ളെങ്കിൽ, God has called you, nobody can cancel it. Whom he called them, he also justified. ദൈവത്തിൻ്റെ വിളിയെ മനുഷ്യന് തടയാൻ കഴിയുകയില്ല. ദൈവം ഒരുവനെ നീതീകരിച്ചുവെങ്കിൽ, ദൈവം ഒരുവനെ വിളിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടി അവൻ്റെ മേൽ. God remembered Rachel. Hallelujah. 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 11:3 പറയുന്നു, തൻ്റെ സഹോദരൻ ഇഫ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്ന് പാർത്തു.
നിസ്സാരന്മാരായ ചിലർ ഇഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചുവെന്ന്. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. സോ 1 ശമൂവേൽ 16:11 പറയുന്നു, ദാവീദിനെയും കുറിച്ച് അവൻ രാജാവാകുന്നതിന് മുമ്പ് അവൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുണ്ടായിരുന്നു. അതായിരുന്നു ദൈവത്തിൻ്റെ തയ്യാറെടുക്കൽ. ദൈവം ഒരുവനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യമേ അവനെ ഒന്ന് സ്ട്രോങ് ആക്കും, പില്ലറാക്കണമെങ്കിൽ. മുന്നേ നമുക്കറിയാം, ഡോക്കോമോയുടെ പരസ്യം കാണുമ്പോൾ കുറേ ഇങ്ങനെ നിൽക്കും, എന്തെങ്കിലും ശബ്ദം എല്ലാം കൂടെ കിടക്കിടുന്ന് പുറകോട്ട് പോകും. അപ്പോൾ പണ്ടൊരു സഹോദരിനോട് പറഞ്ഞാണ്, അങ്ങനെ എല്ലാവരും ഓടിപ്പോകും, പക്ഷേ ബ്രാൻസിസ്റ്റർ ഓടിപ്പോകത്തില്ലെന്ന് അന്ന് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഒരു ലീഡർ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, ഒരു ദൗത്യത്തിന് വേണ്ടി ഒരു സോൾജറായി മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. എങ്ങനെ ദെബോറയെ പോലെ ആ വിഷയത്തിന് ജയിക്കാമെന്നാണ് നോക്കുന്നത്. പുരുഷന്മാർ പോലും പേടിച്ച് നിൽക്കുന്ന കാലമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കും, അല്ലാത്തപ്പോൾ എല്ലാവരും ഗിലിഗിലിഗിലിന്നങ്ങ് മീഡിയയിൽ നിൽക്കും. പ്രശ്നം വരുമ്പോൾ എല്ലാവരും അയ്യോ ഇതിലൊന്നും ഞങ്ങളില്ല, ഇൻവോൾവ് ആകാൻ പറ്റില്ല, ഞങ്ങൾക്ക് പേര് നാണക്കേടാണ്. 1 ശമൂവേൽ 16:11 മുതൽ 13 വരെ വാക്യത്തിൽ ഹല്ലേലൂയ ഒറ്റപ്പെടുത്തുന്നു ദൈവം. ഒറ്റപ്പെടൽ ദൈവത്തിൻ്റെ തയ്യാറെടുപ്പാണെന്ന് മനസ്സിലാക്കി. ദാവീദിനെ എല്ലാവരും റിജക്റ്റ് ചെയ്തു. പിതാവ് പോലും ഓർത്തില്ല ദാവീദിന് ഇങ്ങനൊരു വിളിയുണ്ടെന്ന്. ഈ ഭൂമിയിൽ ജനനം കൊടുത്ത പിതാവിന് പോലും അറിയത്തില്ലായിരുന്നു. 1 ശമൂവേൽ 16:11 നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. അത് വല്ലാത്തൊരു ശബ്ദം കുറച്ചായിരിക്കും പറഞ്ഞത്, കാരണം അവനെ ഇതുവരെയും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പ്രതീക്ഷ മൊത്തവും വലിയ മുകളിലുള്ള മക്കളോടായിരുന്നു. അവൻ ആടുകളെ മേയ്ക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട് ആളയച്ച് അവനെ വരുത്തുക. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിൻ്റെ കണ്ണ് നിന്റെ മേലുണ്ടെങ്കിൽ ദൈവം അയച്ച പാക്കേജ് നിന്റെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും. നെവർ ഗീവ് അപ്പ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് പൂർത്തിയാക്കും. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. ഹല്ലേലൂയ. അവനെക്കുറിച്ച് താഴോട്ട് പറയുന്നുണ്ട്, നിങ്ങളത് വായിക്കണം. അവൻ പവിഴ നിറമുള്ളവനും സുനേന്ദ്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതൊന്നും മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിന് മറ്റുള്ളവർ ഇറിറ്റേറ്റ് ആയിട്ട് കാര്യമില്ല. പക്ഷെ നീ ഇതൊന്നും നോക്കണ്ട, നീ മുന്നോട്ട് യാത്ര ചെയ്യുക. ഇതൊന്നും നിന്നെ ബാധിക്കണ്ട. ഇത് തന്നെയാണ് ഇഫ്താഹിൻ്റെ ജീവിതത്തിലും വന്നത്. 5-ാമത്തെ വാക്യം, ന്യായാധിപന്മാർ 11:5, ജഡ്ജസ് 11:5. അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനെ തോബ് ദേശത്തു നിന്നും കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ. അവൻ തോബ് ദേശത്ത് പോയി. ഇറക്കിവിട്ടത് ഇവർ തന്നെ. ഇനി പറയാണ്, അമോര്യർ യുദ്ധത്തിന് വരികയാണ് ഇസ്രായേലിനോട്. അപ്പോൾ അവനെ പോയി കൊണ്ടുവരുവാൻ. കാരണം ഇവന്മാർക്ക് പേടി. അവർ ഇഫ്താഹിനോട്, അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതി ആയിരിക്കുക എന്ന് പറഞ്ഞു. എത്ര ട്വിസ്റ്റിംഗ് ആയിട്ടാണ്. നോക്കിക്കേ, ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഒരു യുദ്ധം വരുമ്പോഴാണ്, അതുവരെയും ഇവർക്കൊന്നും നമ്മളെ ആവശ്യമില്ല. ഒരു സമ്മർദ്ദം നേരിടുമ്പോൾ, യോബിൻ്റെ പുസ്തകം 33 പറയുന്നു, 2-3 വിധത്തിലാണ് മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നത്. ഒന്ന് ഉറക്കത്തിലായിരിക്കും അവർ ആത്മാവിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഏതിലും കഷ്ടം കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതിലും മനസ്സിനെ നൊമ്പരപ്പെടുത്തിയായിരിക്കാം ദൈവം ഇവരെ മടക്കിക്കൊണ്ടുവരുന്നത്. ഇതുപോലെ ഇവർക്ക് ഈ ഇഫ്താഹിന് വേണ്ടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ ഒരു യുദ്ധം. അവനെ ഒന്ന് മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ഈ പുതിയ നിയമത്തിലിരിക്കുന്ന നമുക്കൊന്ന് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി. സെയിം എൽഡേഴ്സ് ഇഫ്താഹിനെ റിജക്റ്റ് ചെയ്തു, പക്ഷേ ബിക്കോസ് ഗോഡ് ലിഫ്റ്റഡ് ഹിം. ഹല്ലേലൂയ. അവർ റിജക്റ്റ് ചെയ്തതുകൊണ്ട് നന്മയ്ക്കാക്കി മാറ്റി അവന്. സങ്കീർത്തനം 118 22-ാമത്തെ വാക്യം പ്രേഷ്യസ് വേഴ്സാണത്. ദ സ്റ്റോൺ വിച്ച് ദ ബിൽഡേഴ്സ് റിഫ്യൂസ്ഡ് ഈസ് ബിക്കം ദ ഹെഡ് സ്റ്റോൺ. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ദൈവം ഒരുവനെ ഉയർത്തുവാൻ ദൈവം ആലോചന വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിൽ ദർശനമുള്ള ദൈവവേദലേ, നീ കീപ് മൂവിങ്. ഇത് എൻകറേജ് ചെയ്യാനുള്ളൊരു മെസ്സേജാണ്. കീപ് മൂവിങ്. മിണ്ടാതിരിക്കുക. എല്ലാത്തിലും ഒന്ന് ശബ്ദം വെക്കേണ്ട. കാക്കകളാണ് ശബ്ദം വെക്കുന്നത്, കുരുവികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കും, ഭയങ്കര അട്രാക്ഷന് വേണ്ടി പോകും. പക്ഷെ നീ ഈഗിൾ ലവ് സ്റ്റോംസ് പറന്നുകൊണ്ടേയിരിക്കുക. നീ ഇവരിൽ നിന്നൊക്കെ ഡിറ്റാച്ചായി മുകളിലേക്ക് പോവുക. അതാണ് 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ യിഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി. ഹല്ലേലൂയ. യിഫ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു എന്ന്. അവന് അപ്പോഴും ദൈവമായിട്ടാണ് കാര്യം. ദൈവമായിട്ട് ഭയങ്കര ഒരു ക്ലോസ് ആയിരുന്നു യിഫ്താഹ്. യിരെമ്യാവ് 33:3 പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നോട് ഉത്തരം അരുളും. ജെറമ്യാ 33:3. അപ്പം യിഫ്താഹിനൊരു അപ്രിസിയേഷൻ കിട്ടിയപ്പോഴും അവനൊരു സ്ഥാനം കൊടുത്തപ്പോഴും അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ്റെ ഹൃദയം ദൈവത്തോട് പകരുകയാണ്. നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് ഓരോ സമയത്തും. ഒരു ടെസ്റ്റിൽ നീ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? നിന്റെ പുകഴ്ചയിൽ ദൈവത്തിനെയാണോ ആശ്രയിക്കുന്നത്? നിന്റെ സമ്പത്തിൽ വരുമ്പോഴും നീ നിന്റെ പ്രൊമോഷൻ കിട്ടുമ്പോഴും നീ ദൈവത്തെയാണോ ആശ്രയിക്കുന്നത്? നീ ലഭിക്കാതിരുന്നത് കിട്ടുമ്പോഴും നിനക്ക് എല്ലാവരെക്കാട്ടിലും ഇഷ്ടം പോലെ നിനക്ക് തരുമ്പോഴും നീ ദൈവത്തെയാണോ ആശ്രയിക്കുന്നത്? അവിടെയും നിന്റെ ഹൃദയം നീ എങ്ങനെയാണ് പകരുന്നത്? ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മളോടടുത്ത് വരും. Draw near to God and He will draw near to you. ആരാണോ കൂടുതൽ അവനെ സ്നേഹിക്കുന്നത്, അവൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്, അവരോട് ക്ലോസ് ആയിട്ടിരിക്കും കർത്താവ്. ഹല്ലേലൂയ. ഹീസ് എ ബെസ്റ്റ് ഫ്രണ്ട്. ഹല്ലേലൂയ. എനിക്കിവിടെ പാട്ടാണ് ഓർമ്മ വരുന്നത്. ഞാൻ പലപ്പോഴും അത് പാടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ലിറിക്സ് കിട്ടിയില്ലായിരുന്നു. എന്തു നല്ലോർ സഖിയേശു പാപദുഃഖം വാഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും, നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായിക നിമിത്തം. താഴെയും കുറേ വാക്യങ്ങളുണ്ട്. ഭയങ്കര ടച്ചിങ് ആണ് ആ സോങ്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് അനുഭവിക്കുന്നവർക്ക്, അവനോട് കൂടെ നടക്കുന്ന സ്നേഹിക്കുന്നവർക്ക്, ആ ഹൃദയം പകരപ്പെട്ടവർക്ക്, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവർക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ബലത്താലുമല്ല, ശക്തിയാലുമല്ല, ഇത് ആത്മാവിൻ്റെ ശക്തിയാലത്രേ. ഇത് മറ്റാർക്കും മനസ്സിലാകുന്നതല്ല. ഹല്ലേലൂയ. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് മൈ സ്പിരിറ്റ്. സക്കറിയ 4:6 വാക്യം. ഹല്ലേലൂയ. സോ ഇന്ന് നമ്മൾ റിജക്റ്റ് ആകുന്നത് തോന്നുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ വേദനിക്കുന്നുവെങ്കിൽ, ഈ വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് നമ്മൾ ക്രൂശ് സഹിക്കേണ്ടി വരുന്നുവെങ്കിൽ, ഈ സത്യത്തിൻ്റെ കാരണത്താൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, റിജക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, വൂണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, ലോൺലി ആയിട്ടുണ്ടെങ്കിൽ, ഫൊഗോട്ടൻ ആയിട്ടുണ്ടെങ്കിൽ, ബി സ്റ്റിൽ, ബിക്കോസ് യു ആർ ചോസൻ ബൈ ഗാഡ്. അതിൻ്റെ ഒരു അടയാളമാണ്. ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്, മറ്റേതെങ്കിലും വിഷയത്തിൽ പെട്ടതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന കഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഹലോ, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് വരുന്ന കഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഫോക്കസ് നോട്ടക്കളത്തിൽ ഓടുമ്പോൾ അനേക ട്രെയിനിങ്ങുകൾ ദൈവം നിനക്ക് തരും. ബിക്കോസ് നിന്നെ ഒന്ന് വർദ്ധിയാക്കുവാൻ, നിന്നെ ഒന്ന് ഹല്ലേലൂയ ഒന്ന് കേപ്പബിൾ ആക്കുവാൻ. പലപ്പോഴും മനുഷ്യർ നമ്മളോട് പറയും, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ കഴുതിയ, നീ പോത്ത, നീ ഒരിക്കലും നന്നാവത്തില്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, നീ ആക്ടിങ് ആണ്, നീ ഇങ്ങനെയാണ്. ഡോണ്ട് വറി. ഹല്ലേലൂയ. ദൈവത്തിന് അപ്പോഴും നിന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. യെശയ്യാവ് 60:15 പറയുന്നു, നീ ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നെങ്കിലും ഞാൻ നിന്നെ. ആ വാക്യത്തിൻ്റെ കുറച്ച് മുതലോട്ട് നിങ്ങൾ വായിക്കണം. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും, നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൽ പരിശുദ്ധൻ സിയോൻ എന്നും വിളിക്കും. ആരും കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും
വിഷയവും ആയിരുന്നതിനു പകരം ഞാൻ നിന്നെ നിത്യമാഹാത്മ്യവും തലമുറയുള്ള ആനന്ദവുമാക്കി തീർക്കുമെന്ന്. ദൈവവൈതലേ, മനുഷ്യൻ നിന്നെ റിജക്റ്റ് ചെയ്തെങ്കിലും ദൈവം നിന്നെ നിയമിച്ചുവെന്ന് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ റിജക്ഷൻ നിന്റെ നന്മയ്ക്കാണ്. ഇത് ദൈവത്തിൻ്റെ വിളിയുടെ ഒരാരംഭമാണ്. കാരണം മനുഷ്യർക്ക് ആർക്കും ഇത് മനസ്സിലാവും, അവർക്ക് വെളിപ്പെട്ട് കിടത്തില്ല. യേശു പറഞ്ഞതുപോലെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, അവർ നിന്നെ അറിയാത്തതിനാൽ എന്നെയും അറിയുന്നില്ല. ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട്. സോ പ്രിയ ദൈവം, ഇതിലെ മോശയാണെങ്കിലും ദാവീദാണെങ്കിലും ജോസഫ് ആണെങ്കിലും ഏലിയാവ് ആണെങ്കിലും എല്ലാവരെയും പല വ്യവസ്ഥയിലാണ് ദൈവം വളർത്തിയത്. മോശ ഡെസേർട്ടിലാണ് വളർന്നത്, ദാവീദ് ഫീൽഡിലാണ് വളർന്നത്, ജോസഫ് പ്രിസണിലാണ് വളർന്നത്, എലൈജ ബ്രൂക്കിലാണ് വളർന്നത്. സോ ഒറ്റപ്പെടൽ ദൈവത്തിൻ്റെ ഒരു പരിശീലന കേന്ദ്രമാണെന്ന് മറന്നു പോകണ്ട. ഒരു ട്രെയിനിങ് സീസൺ ദൈവം അനുവദിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപമാക്കുവാൻ വേണ്ടി. നമ്മളെല്ലാവരാലും റിജക്റ്റ് ആയെങ്കിൽ മാത്രമേ, എല്ലാവരാലും ഒരു സംഭവമാക്കി നമ്മളെ മാറ്റും. ഒരു കുറ്റവാളിയെ പോലെ നമ്മളെല്ലാവരെയും കാണും. ഇറ്റ്സ് ഓക്കെ, നിന്റെ നന്മയ്ക്കാണ്, മിണ്ടാതിരിക്കുക. ഫിലിപ്പിയ ലേഖനം 2:9 പറയുന്നത് അതാണ്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകിയെന്ന്. ഹല്ലേലൂയ. സോ യേശു കർത്താവും റിജക്റ്റഡ് ആയിരുന്നു. അവൾ കാണുന്ന യെശയ്യാവ് 53 ഹി വാസ് റിജക്റ്റഡ്. പക്ഷേ പിതാവ് മിണ്ടാതിരിക്കത്തില്ല. പിതാവിൻ്റെ പ്രവൃത്തിയാണ് പുത്രൻ ചെയ്യുമ്പോൾ അവനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയെന്നാണ്. യെശയ്യാവ് 53 നിങ്ങൾ വായിക്കണം. അനേകർക്ക് ഹീലിംഗ് ഉണ്ടായൊരു അധ്യായമാണ്. അനേകർ മുറിവേറ്റപ്പെട്ടപ്പോൾ ഏതു പരാജയത്തിലൂടെ പോകുമ്പോഴും യെശയ്യാവ് 53 വായിക്കുമ്പോൾ നമുക്കൊരു പവർ, മൈറ്റി പവർ നമ്മുടെ ഉള്ളത്തിലേക്ക് മുന്നോട്ട് ഓടി കുതിക്കുവാനുള്ളൊരു കുതിരയെപ്പോലെ. യേശു കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ശിഷ്യന്മാരെല്ലാം ടാക്സ് കളക്ടറുണ്ട്, ഓർഡിനറി പീപ്പിളുണ്ട്, ഫിഷർമാനുണ്ട്. അല്ലാതെ ഡോക്ടറിനെയും എഞ്ചിനീയറിനെയും കപ്പാസിറ്റിയും ഡബിൾ PhD എടുത്ത് പാസ്റ്റർ ആയതുകൊണ്ട് മോനെ തിരഞ്ഞു. നോ 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 ദൈവം തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം ടഫസ്റ്റ് ഏത് ട്രെയിനിങ് ആണോ കൊടുക്കേണ്ടത്, ആ ട്രെയിനിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ട്രെയിനിങ് 17 വർഷമായി. ഇന്ന് ആദ്യ സമയങ്ങളുള്ളവരൊക്കെ മിസ് കോൾ അടിക്കും, എന്തുവാ കൊച്ചേ ഇതെന്ന് ചോദിക്കും. അവർക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല. അവർക്ക് പേടിയാണ് എന്നെ കാണുമ്പോൾ. ഹല്ലേലൂയ. ചിലർക്ക് ജലസിയാണ്, ചിലർക്ക് ഭയമാണ്. അയ്യോ ഇതിൻ്റെയൊക്കെ കൂടെ മിണ്ടി ഇനി ഇതൊക്കെ എവിടെ എത്തും നമ്മൾ, അയ്യോ മാറി നിൽക്കുക എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 4:13 പറയുന്നു, പഠിച്ചിട്ടില്ലാത്ത പത്രോസിനെയും യോഹന്നാൻ്റെയും ധൈര്യം, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും. ആക്സ് ചാപ്റ്റർ 4:13, അപ്പോസ്തല പ്രവൃത്തി 4:13, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. ഒന്നേ ഉള്ളായിരുന്നു, അവർ യേശുവിനോട് കൂടെ നടന്നവരായിരുന്നു, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ദേ വർ ചോസൻ. അവിടെ മനുഷ്യർക്ക് മനസ്സിലാകാത്തത്, എല്ലാവരെ പോലെയും യേശു സഹോദരന്മാരുടെ കൂടെ വളർന്നു, പക്ഷേ ഹീ വാസ് സമ്മൺ സ്പെഷ്യൽ. നമ്മളൊരു സിസ്റ്റർ പറഞ്ഞപ്പോൾ കേട്ടതാണ്, കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ കാക്കക്കുഞ്ഞും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് സ്പെഷ്യൽ, അത് വേറൊരു, അതിൻ്റെ വളർന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഒരു കഴുകൻ്റെ കുഞ്ഞുണ്ടായിരിക്കുക, അത് എത്രമാത്രം കോഴിക്കുഞ്ഞ് പറക്കാൻ നോക്കിയാലും പറ്റത്തില്ല. ആഹാ, ഇത് കഴുകൻ്റെ കുഞ്ഞാ. ഹലോ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ സ്പിരിച്വൽ മീനിങ് എന്താണെന്ന്? നിങ്ങളുടെ ഇപ്പോഴായിരിക്കുന്ന സ്റ്റേറ്റസ്, നിങ്ങളുടെ പഠിത്തം, എഡ്യൂക്കേഷൻ, നിങ്ങളുടെ പോപ്പുലാരിറ്റി, നിങ്ങൾ ഏത് ഭവനത്തിൽ നിന്ന് വന്നെന്നോ, ആരുടെ ഭാര്യയാണെന്നോ, ആരുടെ മക്കളാണെന്നോ, നിങ്ങൾ എന്താണെന്നോ, എന്തുണ്ടോ, അതൊന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്ന എന്തായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ. ദൈവം നോക്കുന്ന 3 കാര്യങ്ങളാണ്. നീ സറണ്ടേർഡ് ഹൃദയം, സമർപ്പിക്കപ്പെട്ടൊരു ഹൃദയം, ഒബീഡിയൻസ്, നിന്റെ വിശ്വസ്തത, നിന്റെ അനുസരണം, നിന്റെ ഫെയ്ത്ത്ഫുൾനെസ്, നിന്റെ അവനിൽ ആശ്രയിക്കുന്നത് എങ്ങനെയാണോ അതിലിരിക്കും. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് സ്റ്റോമിനെ നമുക്ക് ജയിക്കാൻ പറ്റും. ഒരു കഴുകൻ്റെ ക്വാളിറ്റി ആയിരിക്കുന്നതുപോലെ അത് പറക്കാൻ അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഇതുപോലെ ദൈവ പൈതലിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്, നീ എൻ്റെ അടുത്ത് സറണ്ടേർഡ് ആയിരിക്കും, നീ എന്നോട് ഒബീഡിയൻസിലിരിക്കുക, നീ എന്നോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കുക. ഹല്ലേലൂയ. നമുക്കിത് പറ്റുമോ?
ഇവിടെയാണ് നമുക്ക് പറ്റാത്തത്. കാരണം നമ്മുടെ ജഡം സമ്മതിക്കത്തില്ല. ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളതാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. നമുക്കറിയാം, പത്രോസ് ഫെയിലൂറിലൂടെ പോയൊരു വ്യക്തിയാണ്. മനുഷ്യൻ വിചാരിച്ചത് പീറ്റർ ഫിനിഷായെന്ന, അല്ലേ? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. 21 അധ്യായത്തിൽ വരുമ്പോൾ പീറ്ററിനെ യേശു കർത്താവ് മറന്നില്ല, പത്രോസിനെ മറന്നില്ല. അവന് വീണ്ടും റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ് 21 അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പം അവൻ്റെ ഒരു ഫെയിലിയർ അവൻ്റെ കോളിങ്ങിനെ നഷ്ടപ്പെടുത്താൻ പറ്റിയില്ല. കാരണം ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നീ എത്ര പിന്മാറിപ്പോയാലും ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങളുടെ പിന്മാറ്റത്തിൽ പോയവരെ ഒന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ഗാഡ് റിമെമ്പേർഡ് റേച്ചൽ, ഗാഡ് റിമെമ്പേർഡ് എബ്രഹാം, ഗാഡ് റിമെമ്പേർഡ് നോഹ. അങ്ങനെയെങ്കിൽ ഗാഡ് റിമെമ്പേർഡ് യു ആൻഡ് മീ. നമ്മുടെ പേര് പറഞ്ഞാട്ടെ, ഗാഡ് റിമെമ്പേർഡ് റാണി. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ഈ ഒരു മനുഷ്യൻ്റെ റിജക്ഷൻ ഒന്നും ഇഫ്താഹിനെ തളർത്തിയില്ല. ഇഫ്താഹിൻ്റെ കോളിങ്ങിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല മനുഷ്യർക്ക്. അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ പൗലോസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഗലാത്യ ലേഖനത്തിൽ 1 അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ മുമ്പേ ഈ സഭയെ മുടിച്ച പൗലോസ് ഇപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പൗലോസിനെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോസ്തലപ്രവൃത്തി 9:15 ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ. അപ്പം ജാതികളുടെ ഇടയിൽ, രാജാക്കന്മാരുടെ ഇടയിൽ, ഇസ്രായേലിൻ്റെ ഇടയിൽ ഈ നാമത്തെ വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. നമ്മൾ എത്ര പേര് പറയും ഞാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു എന്ന്? എൻ്റെ നാമത്തിന് വേണ്ടി ദൈവം പറയാണ്, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ വിചാരം, നമ്മളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായി എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അനേക കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയെങ്കിലേ എനിക്ക് സ്വർഗ്ഗരാജ്യത്തിലെത്താൻ പറ്റൂ, അനേകരെ എംപവർ ചെയ്യാൻ പറ്റൂ, അനേകരെ ഡിസൈപ്പിൾസായിട്ട് വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ ഉടനെ തന്നെ പറയാണ്, ഞാൻ തിരഞ്ഞെടുത്തു, അതൊക്കെ ശരിയാ, പക്ഷേ ഇനി അവൻ എന്തെല്ലാം കഷ്ടമാണ് അനുഭവിക്കാൻ പോകുന്നത് പൗലോസ്. അപ്പം നമ്മുടെ ക്രൂശില്ലാത്ത ഒരു ക്രിസ്ത്യൻ ജീവിതമില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. എൻ്റെ ദർശനത്തിൽ, എൻകൗണ്ടറിൽ 2010 എന്നെ മുൻപിൽ ആ പ്രോഗ്രാമിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബാനർ പോലെ എൻ്റെ മുമ്പിൽ വന്നതാണ് മാത്യു ചാപ്റ്റർ 16:24. അതാണ് കീവേഡ്. നമ്മുടെ ജഡത്തെ നമ്മളിനി ജയിക്കണം. കൈനോട് പറഞ്ഞതും അതുതന്നെയാണ്. ഇത് നിനക്കെതിരാണ്. ഇത് അകത്ത് ഡിവെല്ലിംഗ് ആകുന്ന ഒരു ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. അതിനെ തടയുന്നത് നമ്മുടെ ജഡം, നമ്മുടെ മോഹം, നമ്മുടെ ഇച്ഛ, നമ്മുടെ പഴയ ചില സ്വഭാവങ്ങൾ. മനുഷ്യരെപ്പോഴും നമ്മുടെ പാസ്റ്റ് പറഞ്ഞ് നമ്മളെ കുത്താൻ നോക്കും. പക്ഷെ ദൈവം അപ്പോഴും നിന്റെ ഫ്യൂച്ചറിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, കിച്ചണിൽ ചിരിക്കുന്നുണ്ടെന്ന്. കാരണം നമ്മൾ ഫ്യൂച്ചറിനെയാണ് നോക്കുന്നത്. പീപ്പിൾ റിമെമ്പർ യുവർ പാസ്റ്റ്, ബട്ട് ഗോഡ് സ്പീക്സ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. നീയും അത് തന്നെയാണ് പറയേണ്ടത്. പിശാചിനെ വന്നത് ഇവിടെ ഭൂമിയിലായിരിക്കുന്നത് അറുപ്പാനും മുടിപ്പാനുമാണ്. പക്ഷെ കർത്താവ് വന്നത് ജീവൻ സമൃദ്ധിയായി തരാനാണ്. ആ സമൃദ്ധിന്ന് നമ്മുടെ ഉള്ളത്തിലേക്ക് വ്യാപരിക്കട്ടെ. ജാഫെത്ത് വാസ് റിജക്റ്റഡ്, ജോസഫ് വാസ് റിജക്റ്റഡ്, ഡേവിഡ് വാസ് റിജക്റ്റഡ്, ജീസസ് വാസ് റിജക്റ്റഡ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം അവരെല്ലാം ഉപയോഗിച്ചു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം ഉപയോഗിച്ചതെല്ലാം റിജക്റ്റഡ് ആളുകളെയാണ്. ആർ യു ദ റിജക്റ്റഡ് വൺ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സന്തോഷിക്കാൻ തുടങ്ങിയാട്ടെ. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും. കാരണം അങ്ങനെയെങ്കിൽ ഞാനും അതിലൊരു ഭാഗമായെങ്കിൽ എന്നെ ദൈവം സ്നേഹിക്കുന്നു, ഞാനിനി മുന്നോട്ട് പോകണം, ഞാനിനി പഴയതിനെ പറഞ്ഞുകൊണ്ടല്ല ഇരിക്കേണ്ടത്, ബിലുബിലുബിലു പറഞ്ഞുകൊണ്ട് കുരുവിയെപ്പോലെ ഇരിക്കുകയല്ല വേണ്ടത്, ഞാൻ കഴുകനെ പോലെ ഫോക്കസ്ഡായിട്ട് പറക്കണം. എനിക്കൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരെ പോലെയും മെസ്സേജ് പറയാനോ മൈക്ക് പിടിക്കാനോ അവിടെ പോകാനോ ഇവിടെ പോകാനോ ഒന്നും ആയിരിക്കത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ഇടയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ. അനേക അഭിഷിക്തന്മാർ വായി തുറക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വിലയേറിയതാണ്. നിന്റെ ഫാമിലിയോ ബാക്ക്ഗ്രൗണ്ടോ അപ്പിയറൻസോ വീക്ക്നെസ്സോ പാസ്റ്റ് മിസ്റ്റേക്സോ ഒന്നുമല്ല ഇവിടെ കാര്യം. അതെല്ലാം കർത്താവ് കഴുകി ശുദ്ധീകരിക്കും. നീ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. മനുഷ്യൻ മുഖത്തെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നുണ്ട്. സോ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് ഞാൻ ഇങ്ങനൊരു വ്യക്തിയാണല്ലോ എന്ന് വിചാരിക്കുന്നെങ്കിൽ നോ, നിങ്ങളായിട്ടത് ചിന്തിക്കരുത്. മീഖായുടെ പുസ്തകത്തിൽ അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു 3 അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ,
ആഴിയുടെ കടലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഏറ്റവും കൂടുതൽ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള നദി മരിയാന കടലിൻ്റെ അടിയിൽ പോയൊരു വിഷയത്തെ ഒരു മനുഷ്യന് പോയി എടുക്കാൻ പറ്റത്തില്ല. സോ ദ ഡീപ്പസ്റ്റ് സീ ആണത്. ഹല്ലേലൂയ. സോ മകളെ, യു ആർ വർത്തി. നിൻ്റെ ഒരു മിസ്റ്റേക്സും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യന്. ദൈവം നിന്നെ സ്റ്റിൽ ഹി ഹാസ് ചൂസൺ യു. നെവർ ഗിവ് അപ്പ്. മനുഷ്യർ വിധിച്ചു, നിന്നെ ദൈവം തിരഞ്ഞെടുത്തു. ഈ ഇഫ്താഹിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. എല്ലാവരും അവനെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ മനുഷ്യൻ്റെ റിജക്ഷൻ നിൻ്റെ നന്മയ്ക്കാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെസ്സേജ്. പൗലോസിനെ കുറിച്ച് പറയുന്നു, അവനിലൂടെ ഉപദ്രവിച്ചവൻ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹലോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ, നമ്മുടെ സിൻഫുൾ പാസ്റ്റോ, നമ്മുടെ ഫെയിലിയർ പത്രോസിനെ കുറിച്ചോ, ഡേവിഡിൻ്റെ വീക്ക്നെസ്സോ ഇതൊന്നുമല്ല കാര്യം. ഒരുവനെ ദൈവം ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവനെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ മൗത്ത് പീസായി, ദൈവത്തിൻ്റെ ഗ്ലോറി ക്യാരി ചെയ്യുന്നവനാക്കി ദൈവത്തിന് മാറ്റണമെങ്കിൽ പല ടെസ്റ്റുകളിലൂടെ നമ്മളെ കടത്തിവിടുന്നു. മോശയുടെ ജീവിതത്തിനെ അറിയാം, ദാവീദിൻ്റെ ജീവിതത്തിലെ അറിയാം, എല്ലാവരെയും നമുക്കറിയാം. സോ മനുഷ്യൻ്റെ പഴയ ജീവിതം മനുഷ്യൻ ഓർക്കട്ടെ, പക്ഷെ ദൈവം നിൻ്റെ പുതിയ വിളിയെ വെളിപ്പെടുത്തുന്നു. ഞാൻ ഒരിക്കൽ ഇതുപോലൊരു സപ്രഷനിലൂടെ പോയപ്പോൾ ഇമ്മീഡിയറ്റ്ലി എനിക്ക് കർത്താവ് തന്ന ഒരു കാത്രിൻ കുൾമൻ്റെ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. കീപ് മൂവിങ്. മനുഷ്യരാലല്ല, ദൈവത്താലാണ് നീ സെലക്റ്റഡ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. സോ ഇതുപോലെ ദൈവം നിങ്ങളോട് പറയുകയാണ്, നെവർ ഗിവ്. സോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഹാലും വേശ്യാപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഫ്താഹിൻ്റെ സഹോദരന്മാർ അവനെ റിജക്റ്റ് ചെയ്തപ്പോൾ, ഹാഗറിനെയും സാറ റിജക്റ്റ് ചെയ്തപ്പോൾ ആ കുഞ്ഞിനെ ദൈവം കണ്ടുവെങ്കിൽ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളൊരു ചോസൻ ആയിരിക്കുന്നു. അപ്പാ, പത്രോസിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ഓരോരുത്തരെയും നടത്തിയ ദൈവമേ, ഹല്ലേലൂയ. ഇഫ്താഹിനോട് കൂടെ ഇരുന്ന ദൈവം, ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞിരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്തു. ഞങ്ങൾ എല്ലാവരെയും ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ അന്ത്യകാലത്തിന് വേണ്ടി. ഞങ്ങളുടെ റിജക്ഷനും ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നുവെങ്കിൽ പഴയത് മാറി പുതിയത് വന്നു. ഞങ്ങൾ ഉണർന്ന് പ്രകാശിക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന എൻകറേജ്മെൻറ്റിനായി സ്തോത്രപ്പ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിനിൽ നിയന്ത്രിക്കപ്പെട്ടവർ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവ് സകലത്തെയും കൺട്രോൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിനേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടിക്കടക്കും. ജീവനുള്ളവരുടെ ദേശത്തിൽ യഹോവയുടെ നന്മയെ കാണുമെന്ന് വിശ്വസിക്കുന്നു. നിർമ്മലമായ ഹൃദയസ്ഥിരതയുള്ള ആത്മാവിനാലെ ഞങ്ങളെ പുതുക്കിയതിനായി സ്തോത്രപ്പ. ഹല്ലേലൂയ. ചേറ്റിൽ കിടന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സൗഭാഗ്യമായ ഗ്ലോറിയെ ക്യാരി ചെയ്യുവാൻ ഞങ്ങൾക്ക് അവസരത്തെ ഞങ്ങൾക്ക് മുഴു ഹൃദയത്തോടെ അത് ചെയ്തു തീർക്കുവാൻ, ഓട്ടക്കളത്തിൽ ഓടുവാൻ, ക്ഷീണിക്കാതെ ഓടുവാൻ, ഹല്ലേലൂയ, ഞങ്ങളെ ശക്തി തരുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നെവർ ഗിവ് അപ്പ് ദൈവങ്ങളെ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഗോഡ് ബ്ലെസ് യു. നെവർ ഗിവ് അപ്പ്.